കോൺഗ്രസിലെ മുഖ്യമന്ത്രി സീറ്റ് തർക്കം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ തൊടുപുഴയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. PR ഏജൻസിയുടെ പിൻബലത്തിൽ മുഖ്യമന്ത്രിയാകാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നെഴുതിയ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പോസ്റ്റർ ഇടുക്കിയിലും വരുന്നു എന്നുള്ളതാണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രധാനമായും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ എന്ന് വേണമെങ്കിൽ ഇതിനെ നിർവചിക്കാം. കാരണം PR വർക്കിന്റെ ബലത്തിൽ രമേശ് ജിയെ പോലെയുള്ള സീനിയർ നേതാക്കളെ താറടിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ വ്യാമോഹം വിലപ്പോകില്ല എന്ന ഒരു പോസ്റ്ററാണ് ഈ തൊടുപുഴ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഈ ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു തർക്കം, അതായത് ഈ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇടുക്കി ജില്ലയിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ പോസ്റ്ററാണ്. അതായത് സംസ്ഥാന വ്യാപകമായി ഈ മുഖ്യമന്ത്രി പോര് കോൺഗ്രസിൽ തുടരുമ്പോൾ അതിന്റെ ഒരു ഭാഗം, അതല്ലെങ്കിൽ ഇടുക്കിയിലും അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നമുക്കറിയാം, മുമ്പ് KPCC ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും വലിയ താക്കീതുകളൊക്കെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. പ്രവർത്തകർ ഇത്തരത്തിലുള്ള ചർച്ചകൾ അവസാനിപ്പിക്കണം, നേതാക്കൾ അവസാനിപ്പിക്കണം എന്ന തരത്തിലുള്ള ഒരു താക്കീത് നൽകുകയും ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ KPCCക്ക് ഒരു വിലയും നൽകാതെ, അല്ലെങ്കിൽ പുല്ല് പോലും വില നൽകാതെ ഈ ഒരു തർക്കം അത് ഇപ്പോഴും തുടരുന്നു, ആ വാക്പോര് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാവുകയാണ് ഇടുക്കി. റൈറ്റ് സുബിൻ, എന്തായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം അത് അവസാനിക്കുന്നില്ല. നേതാക്കളുടെ അണികളും ഒക്കെ ചേർന്നുള്ള ഫ്ലക്സ് യുദ്ധവും പോസ്റ്റർ യുദ്ധവും ഒക്കെ തുടരുകയാണ്.